സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നല്ലൊരു ശബാത്ത് ദിവസമാണ്, സ്വസ്ഥത ദിവസം എന്ന് വെച്ചാൽ 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിവസത്തെ സ്നേഹിച്ച്, ഈ ദിവസത്തെ മാനിച്ച്, ഈ ദിവസത്തെ അനുഗ്രഹിച്ച ദിവസമാണ് ദൈവം. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഈ ദിവസമാണ്. ഈ ദിവസത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ നല്ലൊരു ശബാത്ത്. ശബാത്തെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കലണ്ടർ പ്രകാരം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്ന് പറയുന്ന ഈ ദിവസം ശബാത്ത് എന്നാണ് ശനിയാഴ്ച ദിവസത്തെ വർണ്ണിക്കുന്നത്. ഈ ശബാത്തിൽ പ്രവേശിക്കുവാൻ എൻ്റെ മനസ്സിലൊരു താല്പര്യം തോന്നി. 4-5 വർഷമായി ഈ ശബാത്തിനെ ഫോളോ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. കാര്യം, ബൈബിൾ വായിച്ചപ്പോൾ വചനങ്ങൾ വായിക്കും തോറും നമുക്ക് ആത്മാവിനാൽ അറിയാൻ പറ്റുന്നു. അത് ശബാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്കല്ലേ കൊടുത്തിരിക്കുന്നത് എന്ന് പലർക്കും തോന്നും. എങ്കിൽ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ കാട്ടൊലിവായ എന്നെ എടുത്ത് നാട്ടൊലിവിലൊട്ടിച്ചു, ഇസ്രായേൽ മക്കളുടെ കൂടെ ചേർത്തു. ആ ഒലിവ് മരത്തിൽ എന്നെ ഒട്ടിച്ചിരിക്കുന്നു. ഇനിയും ഞാൻ ആ സഹോദരങ്ങളോട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന യഹൂദന്മാർക്ക് തന്നെയാണ്. വചനങ്ങളും സകല പ്രമാണങ്ങളും സകലതും അവരോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അവർ പറഞ്ഞത് നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ശബാത്ത് അവരിപ്പോൾ ആചരിക്കുന്ന ദിവസമാണ്. അവരാണ് ഈ ശനിയാഴ്ച ദിവസത്തെ ആചരിക്കുന്നത്. അവരെവിടെ പോയാലും, ഏത് നാട്ടിൽ പോയാലും ഈ ശനിയാഴ്ച ദിവസമാണ് അവരുടെ ആരാധനയും റെസ്റ്റ് ദിവസം. പൂർണ്ണമായ ആ റെസ്റ്റിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. ആ റെസ്റ്റിലേക്ക് കയറുവാൻ എൻ്റെ ഹൃദയത്തിൽ ആത്മാവിനാൽ തോന്നിച്ച് തന്ന ആ ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷെങ്കിൽ ഞായറാഴ്ച ദിവസം ആരാധിക്കണം, അല്ലെ ഞായറാഴ്ച ദിവസത്തെ ആണ് ആരാധിക്കേണ്ടത് എന്നൊരു വചനം പോലും ബൈബിളിൽ എഴുതിയിട്ടില്ല. ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത് ശനിയാഴ്ച ദിവസമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന ദിവസം, ആ റെസ്റ്റ് ദിവസം, ആ സ്വസ്ഥത ദിവസം. എബ്രായ ലേഖനമൊക്കെ വായിച്ചാൽ മനസ്സിലാവും, ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ, അതിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഭയപ്പാടോടെ അതിൽ പ്രവേശിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ. ഇസ്രായേലിൻ്റെ ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോൾ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന, ഈ ശബാത്തിനെ ഫോളോ ചെയ്യുന്നവരാണ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നത് തന്നെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് അവരവരുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. മാനുഷിക കൽപ്പനകൾക്ക് അടിമയായിരുന്നാൽ, അല്ലെങ്കിൽ അവനവൻ്റെ സഭകൾ എന്ന് പറയാം, ഓരോ സഭകളുണ്ടായിരിക്കുന്നു. അവരുടെ വ്യവസ്ഥ അനുസരിച്ച് അവരവരെ കൽപ്പനകൾ
ഇറക്കിയിരിക്കുന്നു. ശനിയാഴ്ച ദിവസം അല്ല, ഞായറാഴ്ച ദിവസമാണ് സ്വസ്ഥത. ഇതൊക്കെ പറഞ്ഞ് ഓരോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ബൈബിള് എന്താണ് പറയുന്നത്? ബൈബിളിൽ പറയുന്നത് ശനിയാഴ്ച ദിവസം തന്നെയാണ് ശബാത്ത്. അത് ഇസ്രായേലിനെ നോക്കി പഠിക്കാൻ നമുക്ക് ഒത്തിരിയുണ്ട്. അവരെ നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ദൈവപുത്രൻ ഇസ്രായേലിൽ വന്നതോടുകൂടി അവരുടെ യാഗങ്ങളെല്ലാം നിർത്തലായി. പക്ഷേ ഈ ശബാത്ത് അവർ പൂർണ്ണമായി അനുസരിക്കുന്നുണ്ട്. ഇത് നമുക്കും ബാധ്യതമാണ്. ഈ 10 കൽപ്പന നമുക്ക് തന്നിരിക്കുന്നത്, അതിനകത്ത് യാഗങ്ങളോ മറ്റു കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. കൽപ്പന പുറപ്പാട് 20 കിടപ്പുണ്ട് കൽപ്പനകൾ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യല്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയല്, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കല്, അന്യൻ്റെ ഭാര്യ ആഗ്രഹിക്കല്, അങ്ങനെ കുറേ കൽപ്പനകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പനകളിനകത്താണ് ഈ ശബാത്തും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസമാണ് ഈ ശബാത്ത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഇസ്രായേലിൽ അവർ ഏത് രാജ്യത്ത് പോയാലും ഈ ശനിയാഴ്ച ദിവസമാണ് അവർ ആചരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയപ്പം ഈ ശബാത്തിനെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. കാര്യം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം എന്ന് മനസ്സിലൊരു തോന്നൽ വന്നാൽ പിന്നെ ദൈവം തന്നെ നമ്മളെ ആ ആത്മാവിനാൽ നടത്തും. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ഭൂമിയിലുണ്ട്. അതൊക്കെ നോക്കി മുന്നോട്ട് പോയാൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ കഴിയാൻ പറ്റത്തില്ല. എന്ത് പ്രശ്നം വന്നാലും ജീവിച്ചാലും മരിച്ചാലും ആ കർത്താവിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് കാര്യം. ഏതു സമയവും മരണം മനുഷ്യൻ്റെ കൂടാണ്. ഇപ്പോൾ മരണം ചെറുപ്പക്കാരാണ് കൂടുതലും മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ എത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയുണ്ട്. ഞാൻ ഈ കൽപ്പനകൾ അനുസരിക്കണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ശബാത്തിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചത്. വേറെ ആരും പറഞ്ഞു തന്നതോ ഒന്നുമല്ല. ഇസ്രായേലിൽ നിന്നും വന്ന വചനത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ്. ആ ഇസ്രായേലിനെ കണ്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദൈവമുണ്ടെന്ന് ഹൃദയത്തിൽ നമുക്ക് ദൈവത്തെപ്പറ്റി ദൈവത്തിൻ്റെ ആ അനുഭവം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാറ്റുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല, കാറ്റിനെ അനുഭവിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. വലിയ പ്രശ്നത്തിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് നടത്തും. എന്നാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് ധൈര്യത്തോടെ നടക്കുവാനും സമാധാനത്തോടെ നടക്കുവാനും ധൈര്യം തരും. അതാണ് ഏറ്റവും വലുത്. ഈ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്ത് രക്ഷപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവത്തോട് അടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.